welcome to Franklin's Lectures, the India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാർഗറ്റ് ഗേറ്റ് 2026 സെക്ഷൻ 5 ആയിട്ട് നിങ്ങളുടെ സിലബസിൽ വരുന്ന സെക്ഷൻ 5 ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്, സെക്ഷൻ 5 ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അനലോഗ് സർക്യൂട്ട്സും ഡിജിറ്റൽ സർക്യൂട്ട്സും ഇലക്ട്രോ മാഗ്നറ്റിക്സും എല്ലാം ഗേറ്റിന്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ആയിട്ടുള്ള ഗേറ്റ് എക്സാമിന്റെ എന്താണ് ചില ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ വരുന്നത് കുറെ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം, കുറെ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സിൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സ്, ബൂളിയൻ ആൽജിബ്ര, ലോജിക് ഗേറ്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സെക്ഷൻ 5 വരുന്നുണ്ട്. അപ്പൊ അതിലുള്ള ചില കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഗേറ്റ് എക്സാം അറിയാം. ഗേറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് 100 മാർക്സിനാണ് 65 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, MCQs. ഈ MCQs വരുന്നത് എന്താ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷനെ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഏതാ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വിർച്വൽ കീബോർഡ് ഉണ്ടാവും. നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ ആൻസർ അവർ പറയുന്ന രീതിയിലുള്ള ഡെസിമൽ പൊസിഷൻസും കൂടി വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പിന്നെ വരുന്നതാണ് MSQ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. ഇതിനും എന്തുണ്ടാവും, ചോയ്സസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ ഒരു ആൻസർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക, ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് അതിനെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിനും എന്തുണ്ടാവില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. പക്ഷെ MCQന് എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇഫ് WL is the word line and BL is the bit line and SRAM cell is shown in. അപ്പൊ SRAM ഷെല്ലിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി ഡിജിറ്റൽ സർക്യൂട്ട്സ്, അതായത് VLSI ഡിസൈനിലൊക്കെ ബിടെക്കിന് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. സ്ട്രക്ചർ ഓഫ് SRAM ആൻഡ് DRAM എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് നിങ്ങൾ ഒരു SRAMന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു ഷേപ്പാണ് വരിക. ആൻഡ് ബേസിക്കലി നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ SRAM സെല്ലാണ്. അപ്പൊ ബേസിക്കലി നമുക്ക് എന്താ, സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് SRAM സെല്ല് ഡിസൈൻ ചെയ്യേണ്ടത്. സോ സെമി കണ്ടക്ടർ മോസ്ഫെറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു ബേസിക് SRAMന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ, 2 ഇൻവെർട്ടർ ഇങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, 2 ഇൻവെർട്ടേഴ്സ് ഇങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതിന്റെ ഒരു സെല്ലിലേക്ക്, മീൻസ് ഒരു എൻഡിലേക്ക് നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ സ്വിച്ചിന്റെ ഒരു എൻഡിലായിട്ടാണ് എന്ത് വരുന്നത്, ഇവിടെ BL ബാർ BL ബിറ്റ് ലൈൻ ആൻഡ് വേർഡ് ആണ് നമ്മൾ എന്തിൽ കൊടുക്കുക, ഇവിടെയുള്ള ഈ സ്വിച്ചിന്റെ ഓൺ ആക്കാനുള്ള കണ്ടീഷൻ ആയിട്ട് കൊടുക്കുക. സോ ബേസിക്കലി ഈ സ്വിച്ച് ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, നമ്മൾ സെമി കണ്ടക്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ മോസ്ഫെറ്റ് ആയിരിക്കും. ഓക്കെ, സ്വിച്ച് ഇവിടെ കണ്ടോ, ഇതിന് നമ്മൾ ആക്സസ് സ്വിച്ചസ് എന്നാ പറയാ. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ VLSI സർക്യൂട്ട് ഡിസൈൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാൻ വേണ്ടി പറ്റും. ഇതെന്ന് പറയുന്നത് എന്താ, ആക്സസ് സ്വിച്ച് എന്നാ അതിന് പറയാം. നമ്മുടെ സെമി കണ്ടക്ടറിലേക്ക് നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടർ വെച്ചിട്ടാണ്, അതായത് നമ്മളിപ്പോ മോസ്ഫെറ്റ് റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്, VLSI അല്ലേ, സെമി കണ്ടക്ടർ ടെക്നിക് ആണ്. സോ ബേസിക്കലി എന്താണ്, നമ്മൾ മോസ്ഫെറ്റ് ആയിരിക്കും ഇവിടെ ആക്സസ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഈ ആക്സസ് സ്വിച്ചിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും വേർഡ് ലൈൻ ആയിരിക്കും ആക്സസ് സ്വിച്ചിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അതനുസരിച്ചായിരിക്കും ഈ സ്വിച്ച് ഓപ്പൺ ആവണോ ക്ലോസ് ആവണോ തീരുമാനിക്കുക. അപ്പൊ ഈ ഒരു ഇൻവെർട്ടറിന് ഈ ഒരു നോട്ട് ഗേറ്റ് ക്രോസ് കണക്ട് ചെയ്തതാണ് അല്ലെ ഇത്. അപ്പൊ ഇതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് വേണം, ഈ ബിറ്റ് ലൈനെയാണ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ബിറ്റ് ലൈനിലേക്കാണ് നമ്മൾ ഈ ഒരു സെല്ലിലേക്ക് നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിറ്റ് ലൈനിനെ ആയിരിക്കും നമ്മൾ എനേബിൾ ചെയ്യുക. ക്ലിയർ അല്ലേ? സോ അത് VLSI സർക്യൂട്ട് ഡിസൈൻ പഠിച്ച സമയത്ത് നമുക്ക് എന്താ,
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങളിപ്പോ ഇതില് ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ആണ് ഉണ്ടാവുക ഇങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്ത രീതിയിലേക്ക്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്താണ് ഇതിന്റെ ഇൻപുട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഇൻപുട്ട് എടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ തന്നെ സ്റ്റാറ്റിക് ഇൻവെർട്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ സ്റ്റാറ്റിക് ഇൻവെർട്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ക്രോസ് കപ്പിൾ ചെയ്ത ഈ ഒരു ഇൻവെർട്ടറിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ VLSI പഠിച്ച സ്റ്റാറ്റിക് ഇൻവെർട്ടർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ആക്സസ് ട്രാൻസിസ്റ്റേഴ്സും. സോ ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് ഓർമ്മയുണ്ടോ? ഇൻവെർട്ടർ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? ബേസിക് ഇൻവെർട്ടർ VDD സപ്ലൈ ഉണ്ടാവും, PMOS ഉണ്ടാവും, NMOS ഉണ്ടാവും, പുള്ളപ്പ് നെറ്റ്വർക്ക് ആയിട്ട് ഒരു NMOS ഉണ്ടാവും, PMOS ഉണ്ടാവും, പുൾ ഡൗൺ നെറ്റ്വർക്ക് ആയിട്ട് NMOS ഉണ്ടാവും. ആൻഡ് ഇതിന്റെ ഇൻപുട്ടിനെ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക? ഇൻപുട്ട് A എന്ന് കണക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ നിന്നായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് Y എടുക്കുക. ആൻഡ് ഇതിന്റെ ഡ്രെയിനിലേക്ക് VDD കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതിന്റെ സോഴ്സിലേക്ക് എന്താ കൊടുത്തിട്ടുണ്ട്? ഗ്രൗണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതാണ് ബേസിക് ഒരു ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇൻവെർട്ടർ. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഇൻവെർട്ടർ യൂസിങ് MOS ട്രാൻസിസ്റ്റർ. അപ്പൊ ഈ ഇൻവെർട്ടറിനെ ഇങ്ങനത്തെ 2 ഇൻവെർട്ടേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ബേസിക്കലി 4 ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ക്രോസ് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. സോ നിങ്ങൾ ഈ മോസ്ഫെറ്റ് കാണാനില്ലേ? ഇതേപോലത്തെ ഒരു ഇത് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നോട്ട് ഗേറ്റിനാ അല്ലെ? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നോട്ട് ഗേറ്റിനാ, ഇൻവെർട്ടർ അല്ലെ? ഇങ്ങനെയുള്ള ഈ ഒരു സെറ്റപ്പിന് ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ MOS ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു നോട്ട് ഗേറ്റിന്. സോ നമുക്ക് എന്ത് വേണം? ഒരു MOS ട്രാൻസിസ്റ്ററും കൂടെ വേണം, വേണ്ടേ? ഇങ്ങനല്ലേ ക്രോസ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ 2 ഇൻവെർട്ടേഴ്സ് ക്രോസ് കണക്ട് ചെയ്തതുപോലെയും പിന്നെ ഇവിടെ നമ്മൾ സ്വിച്ച് ആക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത് NMOS തന്നെ ആയിരിക്കും. സോ ബേസിക്കലി ഇവിടെ എന്തുണ്ടാവും? NMOS ഉണ്ടാവും. അപ്പൊ ഈ NMOS ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഇവിടെ ആയിരിക്കും നമ്മൾ വേർഡ് ലൈൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയും ആ ഒരു NMOS ഉണ്ടാവും. ആൻഡ് അവിടെ മാത്രമാണോ? നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ സ്വിച്ചസ്, നമ്മുടെ സ്വിച്ച്. സോ ബേസിക്കലി ഇവിടെ ഉണ്ടാവും ഒരു സ്വിച്ച്, ഇവിടെ എന്തുണ്ടാവും? ഇതുപോലത്തെ ആക്സസ് ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ബേസിക്കലി അത് NMOS ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. നോക്കുക, ഈ വേർഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബേസിലേക്കാണ്. സോ ഈ ഒരു ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗേറ്റ് ടെർമിനലിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കണം. സോ വേർഡ് ലൈനിലേക്ക് 1 കൊടുക്കുമ്പോഴാണ് ഈ ആക്സസ് ട്രാൻസിസ്റ്റർ ഓൺ ആവുക. സോ ബേസിക്കലി ഈ 2 സ്വിച്ചും എന്താവും? ഓൺ ആവും. ആൻഡ് നമുക്ക് ഇതിനെ ഈ സെല്ലിലേക്ക് ഡാറ്റനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഈ SRAM സെല്ലിന്റെ ഓപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് നമ്മുടെ ബിടെക്കിന്. അപ്പൊ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ബേസിക്കലി സ്ട്രക്ചർ എങ്ങനെയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്ട്രക്ചർ നോക്കാം. ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? 2 ഇൻവെർട്ടർ ക്രോസ് കണക്ട് ചെയ്തിരിക്കണം. ഇൻവെർട്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം. പിന്നെ 2 ആക്സസ് ട്രാൻസിസ്റ്റർ വേണം. അത് NMOS ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുക. ആൻഡ് പിന്നെ എന്താണ്? ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്ത ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്കും ഇതിന്റെ ഇൻപുട്ട് എടുത്തിട്ട് അടുത്ത ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിലേക്കും കണക്ട് ചെയ്യണം. ആ ഒരു ക്രോസ് കണക്ഷൻ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ നിങ്ങള്, ഇതൊരു ഇൻവെർട്ടർ ആണ്, ഇതൊരു ഇൻവെർട്ടർ ആണ് അല്ലെ? ക്രോസ് കണക്ട് ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടില്ല? ഇതിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്തിട്ടില്ല. സോ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ എല്ലാ ഇൻവെർട്ടറിന്റെ സ്ട്രക്ചർ വരിക. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇത് ഓപ്ഷൻ A ആണ് കേട്ടോ. ഇനി ഓപ്ഷൻ B നോക്കാം നമുക്ക്. ഓപ്ഷൻ ബിയില് കണ്ടോ, ഇതിന്റെ ഇൻപുട്ട് എടുത്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെയാണ്.
VDD സപ്ലൈ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, വേർഡ് ലൈന് രണ്ട് ആക്സസ് ട്രാൻസിസ്റ്റേഴ്സിന്റെയും ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ബിറ്റ് ലൈൻ ബാറും ബിറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. നമുക്ക് ബാക്കിയുള്ള സർക്യൂട്ടിനും കൂടെ നോക്കാം എന്താ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ നോക്കൂ, വേർഡ് ലൈൻ 1 ആക്കുമ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുക, ആക്സസ് ട്രാൻസിസ്റ്ററിലുള്ള ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതിലേക്ക് ഡാറ്റ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും വേർഡ് ലൈൻ നമ്മൾ 1 ആക്കണം. അപ്പൊ വേർഡ് ലൈൻ 1 ആക്കുമ്പോ ഈ ഒരു PMOS എന്താവുക, ഓഫ് ആണ് ആവുക. അപ്പൊ അങ്ങനെ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇതിലുള്ള ഡാറ്റേനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റൂല. സോ ബേസിക്കലി ഈ ഒരു കണക്ഷനും റോങ് ആണ്. ഇവിടെ എന്താണ് ഇവർ കൊടുത്തിട്ടുള്ളത്, PMOS ആണ്, നമുക്ക് അവിടെ NMOS ആണ് വേണ്ടത്. ഇനി ഈ ഒരു സർക്യൂട്ടും കൂടി, ഓപ്ഷൻ ഡിയും കൂടി നോക്കാം, അതിൽ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളത്. നോക്കൂ, ബിറ്റ് ലൈൻ ബാർ, ആൻഡ് ഇവിടെ നോക്കൂ, ഈ ഒരു പുള്ളപ്പ് നെറ്റ്വർക്കിൽ വരുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, പുള്ളപ്പ് നെറ്റ്വർക്കിൽ വരുന്ന ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താടാ, ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്, പുള്ളപ്പ് നെറ്റ്വർക്കിൽ വരുന്ന ഈ ട്രാൻസിസ്റ്റർ എന്താണ്, ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NMOS ആണ്. സോ ഇങ്ങനെ വരാൻ പാടില്ല, ഇവിടെ ഇങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ വരാൻ പാടില്ല, ഇവിടെ NMOS വരണം. ഓക്കെ, ആൻഡ് അതുപോലെ ഇനി അവിടെ NMOS വന്നാൽ കൂടെ എന്താണ്, ഇവിടെയും പ്രോപ്പർ അല്ല. നമുക്ക് എന്താ ചെയ്താൽ മതി, ചിലപ്പോ ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് വേർഡ് ലൈൻ 0 ആക്കി കഴിഞ്ഞാൽ ഇതിനെ ആക്സസ് ചെയ്യാം അല്ലേ. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങള്, ഇവിടെ നോക്കൂ, ഇങ്ങനെ വരാൻ പാടില്ല. ഇതിങ്ങനെ വന്നാലും നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം ഇത് വ്യത്യാസമുള്ളൂ. ഇത് 0 വേർഡ് ലൈൻ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള സെല്ലിനെ ആക്സസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ ഒരു NMOS നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താടാ, PMOS ആണ് അതിന് പകരം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഇൻവെർട്ടർ അല്ല. സോ ബേസിക്കലി ഇതും ഇൻവെർട്ടർ അല്ല, ഇതും ഇൻവെർട്ടർ അല്ല. നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ സർക്യൂട്ട് ആണ്, ഇത് രണ്ടും കറക്റ്റ് ആണ്, ഇത് രണ്ടും കറക്റ്റ് ആണ്, ഈ ഔട്ട്പുട്ട് കണക്ഷൻ കറക്റ്റ് ആണ്, ഈ NMOS കറക്റ്റ് ആണ്, ആൻഡ് വേർഡ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ബിറ്റ് ലൈനും കണക്ട് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ എന്താ വ്യത്യാസം, ഈ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതി, ഇത് പ്രോപ്പർ അല്ല. സോ ബേസിക്കലി ഓപ്ഷൻ ബി ആണ് റൈറ്റ് എന്ന് പറയാം. സൊല്യൂഷൻ ഇവിടെ ലാസ്റ്റ് എഴുതാം. സൊല്യൂഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, സൊല്യൂഷൻ ബി, ഇതാണ് റൈറ്റ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ ഈ ഒരു കോൺസെപ്റ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ DRAM the periodic refreshing is not required. Information stored in the capacitor, information stored in a latch, both read and write operation can be performed simultaneously. So നമുക്ക് RAM എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് സെമികണ്ടക്ടർ മെമ്മറീസിനെ രണ്ടായിട്ട് പറയാം അല്ലെ, റാമും റോമും. ഓക്കെ, അതില് DRAM പറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റാമിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയണം. റാമിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് SRAM-ഉം DRAM-ഉം അല്ലേ. ഇനി ഈ ഒരു SRAM-നെ നമുക്ക് എന്താണ്, SRAM ബേസിക്കലി 6 ട്രാൻസിസ്റ്റർ SRAM, നമ്മളിപ്പോ നേരത്തെ പഠിച്ചില്ലേ 6 ട്രാൻസിസ്റ്റർ SRAM, അങ്ങനെ കൺവേർട്ട് ചെയ്യാം. അത് നോക്കൂ, ഇതിന് 6 ട്രാൻസിസ്റ്റർ SRAM എന്നാ പറയാ. ഇതിന് എന്തുകൊണ്ടാ 6 ട്രാൻസിസ്റ്റർ SRAM എന്ന് പറയുന്നത്? നേരത്തെ ഓപ്ഷനിലുള്ള ആ ഒരു ആൻസർ ആണിത്. ഇതാണ് SRAM-ന്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് SRAM സെല്ലിന്റെ ഒരു ടൈപ്പ് ആണ്. ഇത് 6 ട്രാൻസിസ്റ്റർ SRAM എന്ന് പറയുന്നത് ഇവിടെ ആക്സസ് ട്രാൻസിസ്റ്റർ ആയിട്ട് 2 എണ്ണം ഉണ്ട്, ഒരു ഇൻവെർട്ടറിന് 2 എണ്ണം ഉണ്ട്, ഒരു ഇൻവെർട്ടറിന് 2 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ട്രാൻസിസ്റ്റേഴ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ 6 ട്രാൻസിസ്റ്റർ SRAM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഇവിടെ നമുക്ക് 6 ട്രാൻസിസ്റ്റർ SRAM ഒരു ടൈപ്പ് ആണെന്ന് പറയാം. ഇനി
DRAM നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന DRAM എന്ന് പറയുന്നത് എന്താണ്? 1 ട്രാൻസിസ്റ്റർ DRAM ഉണ്ട്, അതുപോലെ 3 ട്രാൻസിസ്റ്റർ DRAM ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മൾ ഓൾറെഡി എന്താ പറയാ, നമ്മുടെ ബിടെക്കിന്റെ സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ DRAM ബേസിക്കലി 1 ട്രാൻസിസ്റ്റർ DRAM ബേസിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. 1 ട്രാൻസിസ്റ്റർ DRAM റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബിറ്റ് ലൈനും ഉണ്ടാവും, ഒരു വേർഡ് ലൈനും ഉണ്ടാവും. ആൻഡ് ഇവിടേക്ക് ഈ വേർഡ് ലൈനിലേക്ക് എന്താണ്, ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഈ ട്രാൻസിസ്റ്റർ ഈ എൻഡിലേക്ക് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടേക്കും എന്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റോറേജ് കപ്പാസിറ്റർ. ഇത് ഞാൻ C1 എന്ന് വെറുതെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് നമുക്ക് വാല്യൂ, ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ചാൽ എല്ലാ പ്രൊസസറും സീറോസിനെയും വൺസിനെയും ആയിരിക്കും ഇൻഫർമേഷൻ ആയിട്ട് പ്രോഗ്രാം ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യാം. സോ ബേസിക്കലി എന്താണ്, സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിലാണ് ഈ ഡാറ്റാസ് ഒക്കെ ഉണ്ടാവുക. സോ നമുക്ക് ആ ഒരു സീറോനെയോ വണ്ണിനെയോ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റർ. സോ ഒരു DRAM സെല്ലില് ഒരു സ്റ്റോറേജ് കപ്പാസിറ്ററും ഒരു മോസ്ഫെറ്റും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഇത് വേർഡ് ലൈനും ഇത് ബിറ്റ് ലൈനും ആണ്. സോറി, നേരെ തിരിച്ചാണ് വരിക. ഇതെന്താണ്? വേർഡ് ലൈനും ഇത് ബിറ്റ് ലൈനും. സോ ഈ വേർഡ് ലൈനിലേക്ക് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, ഈ വേർഡ് ലൈൻ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുക. സോ ഈ ബിറ്റ് ലൈനിലുള്ള ഡാറ്റ ഈ സ്റ്റോറേജ് കപ്പാസിറ്ററിൽ സ്റ്റോർ ആവാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പീരിയോഡിക് റീഫ്രഷിംഗ് ഈസ് നോട്ട് റിക്വയർഡ്. DRAMലേക്ക് പീരിയോഡിക് റീഫ്രഷിംഗ് ആവശ്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആവശ്യമല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. എന്തിന്? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഡിക്കേ ആയി പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇതിന് പീരിയോഡിക് റിഫ്രഷ്മെന്റ് ആവശ്യമാണെന്ന് പറയാം. സോ ഇവിടെ നോട്ട് റിക്വയർഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ എന്താണ് ഈ കേസിൽ നമുക്ക് പീരിയോഡിക് റിഫ്രഷ്മെന്റ് ആവശ്യമുണ്ട്. സോ ഈ ഒരു ആൻസർ തെറ്റാണ്. അപ്പൊ അടുത്തത്, ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇൻഫർമേഷൻ കപ്പാസിറ്ററിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അതെ, അല്ലേ? ആണ്. സോ ഈ ഒരു ആൻസർ ശരിയാണ്. ബി ഓപ്ഷൻ ശരിയാണ്. അപ്പൊ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ എ ലാച്ച് അല്ല. ലാച്ച് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ ഒരു സെറ്റപ്പാ. SRAM ബേസിക്കലി എന്താണ്? ലാച്ചിലാണ് ഡാറ്റനെ സ്റ്റോർ ചെയ്യുക. കാരണം എന്താ? ഇതെന്ന് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റർ ഇല്ല. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണോ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ BL എന്താണ്, BL ത്രൂ ഇതിനെ ഈ ഒരു ഔട്ട്പുട്ടിൽ എന്താണെന്ന് റീഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാറ്റ, ഈ ഒരു ലാച്ച് ചെയ്ത ഡാറ്റനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ നമുക്ക് എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മതി. എന്താണ് ഇത് തെറ്റാണോ എന്നുള്ളത്? അത് തെറ്റല്ലേ? ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ലാച്ച് ആണോ? അല്ല. അപ്പൊ ഇതും തെറ്റാണ്. ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് സൈമൾട്ടേനിയസ്ലി. ഇല്ല, പറ്റില്ല. റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിരിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇതാണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈ ആൻസർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതാണ് DRAM, 1 ട്രാൻസിസ്റ്റർ DRAMന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈച്ച് സെൽ ഓഫ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി കണ്ടെയ്ൻസ്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 6 MOS ട്രാൻസിസ്റ്റർ, 4 MOS ട്രാൻസിസ്റ്റർ ആൻഡ് 2 കപ്പാസിറ്റർ, 2 MOS ട്രാൻസിസ്റ്റർ ആൻഡ് 4 കപ്പാസിറ്റർ,
1 MOS ട്രാൻസിസ്റ്റർ ആൻഡ് 1 കപ്പാസിറ്റർ. അല്ലല്ലോ, ഏതാ? ഈ ഓപ്ഷൻ ഒക്കെ തെറ്റാണ്. SRAM സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ എങ്ങനെയാന്നുള്ളത്? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ്? 6 MOS ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഒരു SRAM സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ 6 ട്രാൻസിസ്റ്റർ SRAM 60 SRAM എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്ന ഈ ഒരു സെക്ഷനിലെ SRAM ഉം DRAM-നെയും ബേസ് ചെയ്തിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The minimum number of MOS transistors required to make a dynamic RAM cell is എത്ര സെല്ല് വേണം ഒരു ഡൈനാമിക് റാമിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് വേണ്ട മിനിമം നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ ടു ക്രിയേറ്റ് എ DRAM ഈസ് ഈ ഓപ്ഷൻ എ. നമുക്ക് 1 ട്രാൻസിസ്റ്റർ DRAM ഉണ്ട് അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയാം. മിനിമം നമ്പർ എന്നാ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തിയറി ഡിസ്കഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് SRAM-ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ കിട്ടി. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു SRAM-ന്റെയും DRAM-ന്റെയും കോൺസെപ്റ്റ് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. X is equal to 0, 1, 1, 1, 0 and Y is equal to 1, 1, 0, 0, 1 are two 5-bit binary numbers represented in 2's complement format. The sum of X and Y represented in 2's complement format using 6 bits is. Basically, ഈ രണ്ട് നമ്പേഴ്സിന്റെയും എന്താണ് 2's complement representation ആണ് ഇത് കൊടുത്തിട്ടുള്ളത് 5-bit നമ്പർ ആയിട്ട്. അപ്പോ നമുക്ക് X എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. X എന്ന് പറയുന്നത് 0, 1, 1, 1, 0 അല്ലേ? അപ്പൊ നമുക്കറിയാം 2's complement representationൽ ഇപ്പൊ 5 ബിറ്റ് ആണ് നമ്മുടെ ബിറ്റ് ഐ ഡി എന്നുണ്ടെങ്കിൽ D4, D3, D2, D1 and D0. And ഈ MSB ബിറ്റ് ആയിട്ടുള്ള ഈ D4 എന്ന് പറയുന്നത് ബേസിക്കലി സൈൻ ബിറ്റ് ആയിരിക്കും അല്ലെ? സൈൻ ബിറ്റ് ആയിരിക്കും. റെപ്രസെന്റേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ 2's complement representationൽ പറയുന്നത്. സോ ഈ MSB ബിറ്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും നമുക്ക് പറയാം. പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്ന് പറയാം. ഇനി MSB ബിറ്റ് 1 ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും എന്ന് പറയാം ഇൻ 2's complement representation അല്ലേ? അപ്പോ X എന്ന് പറയുന്നത് 0, 1, 1, 1, 0 എന്ന് പറയുമ്പോൾ 2's complement representation ആണ്. അപ്പൊ 2's complement representation ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് ഒരു 5-bit നമ്പറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ MSB ബിറ്റ് ആയിട്ടുള്ള D4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ സൈൻ ബിറ്റ് 0 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറയാം, 1 ആണെങ്കിൽ അതൊരു നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയാം. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ X എന്ന് പറയുന്നത് MSB ബിറ്റ് എന്ന് പറയുന്നത് എന്താടാ? MSB ബിറ്റ് ഈക്വൽ ടു 0. അതുകൊണ്ട് എന്താണെന്ന് പറയാം? therefore it is a positive number. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറയാം. പറഞ്ഞൂടെ? അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറയാം. ഇനി അടുത്ത നമ്പറിനെ നോക്കാം. നമുക്ക് അടുത്ത നമ്പർ എഴുതാൻ വേണ്ടി പോവാണ്. Y is equal to 1, 1, 0, 0, 1. 1, 1, 0, 0, 1 എന്നുള്ളത് MSB ബിറ്റ് 1 ആണ് അല്ലെ? ഇവിടെ ഈ കേസിൽ നോക്കൂ, MSB ബിറ്റ് ഈക്വൽ ടു 1. അതുകൊണ്ട് എന്ത് പറയാം? therefore it is a negative number അല്ലേ? നെഗറ്റീവ് നമ്പർ ആണെന്ന് പറയാം. സോ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറും ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പറും ആണ്. അപ്പൊ ഇത് എന്തിന്റെ പോസിറ്റീവ് നമ്പർ ആണ്, എന്തിന്റെ നെഗറ്റീവ് നമ്പർ ആണെന്ന് നോക്കാം. ആൻഡ് ഇത്രയും ഭാഗം വരുന്നത് എന്തിന്റെ നമ്പർ ആണ്, ഇത് ഏതിന്റെ നമ്പർ ആണെന്ന് നോക്കിയാൽ മതി. സോ നമുക്ക് ഇവിടെ ബൈനറി
നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 1 0 0 0 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 1 1 1 1. ഓക്കെ, അപ്പൊ ഇത് 0 1 2 3 4 5 6 7 8 9 സോറി എന്തൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇവിടെ. 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1 1 0 0 0 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 1 1 1 1. Okay, 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 1 1 0 എന്ന് പറയുന്നത് 14ന്റെ കറസ്പോണ്ടിങ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ 14ന്റെ കറസ്പോണ്ടിങ് നമ്പർ ആണ്. അപ്പൊ x is equal to 1 എന്താണ് 0 1 1 1 0 എന്ന് പറയുന്നത് in a binary represents 14 in decimal. ക്ലിയർ അല്ലേ? ഇതിന്റെ ബൈനറി ഇക്വലന്റ് ഓഫ് 14. 14ന്റെ ബൈനറി ഇക്വലന്റ് ആണ് എന്ത് ഇതെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ദി ബൈനറി ഇക്വലന്റ് ഓഫ് നമ്പർ ഡെസിമൽ നമ്പർ 14. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് 1 1 0 0 1 എന്നുള്ളത് y. yയിൽ എന്താണ് ഉള്ളത്? 1 1 0 0 1 ഓഫ് ദി ബൈനറി എന്താണ് ഈ 1 എന്ന് പറയുന്നത് സൈൻ ബിറ്റ്. അപ്പൊ അതിനെ മൈൻഡ് ചെയ്യേണ്ട. ഇത്രയും പോർഷൻ എന്തിന്റെ ഡെസിമൽ ആണെന്ന് നോക്കാം. 1 0 0 1 അതെന്ന് പറയുന്നത് ഏതിന്റെ മീൻസ് ഇത് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് ബേസിക്കലി വരിക. ഇതിന് നമുക്ക് എന്താണ് MSB ബിറ്റ് 0 ആയതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് നമ്പറിന് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ കേസിൽ 1 0 0 1 എന്നുള്ളത് എന്താണ് നമുക്കൊരു നെഗറ്റീവ് നമ്പർ ആണ്. സോ ഇതിന്റെ ആക്ച്വൽ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് 1 0 0 1ന്റെ കറസ്പോണ്ടിങ് എന്തെടുക്കുക? നമ്മൾ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എടുക്കുക. അപ്പൊ എന്ത് വരും? നമുക്ക് 0 0 1 1 0 വരും. ഇതാണ് 1's കോംപ്ലിമെന്റ്. ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. സോ ബേസിക്കലി 0 0 1 1 1 എന്നായിരിക്കും വരിക. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഡെസിമൽ നമ്പർ ഇത് 14 ആണ്. ആൻഡ് ഇവിടെ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? ടു ദി ബൈനറി എന്ന് പറയുന്നത് 7 ഇൻ ഡെസിമൽ. സോ ഇതിന്റെ സബ്ട്രാക്ഷൻ നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിന്റെ അഡീഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സം ഓഫ് എക്സ് ആൻഡ് വൈ റെപ്രസെന്റ്സ് ഇൻ 2's കോംപ്ലിമെന്റ് ഫോർമാറ്റ്. അപ്പൊ അതിനാണ് നമ്മൾ 2's കോംപ്ലിമെന്റ് എടുത്തത്. ഓക്കെ, അപ്പൊ ഈ 2's കോംപ്ലിമെന്റ് ഫോർമാറ്റ് റെപ്രസെന്റേഷന്റെ സം ആണ് എടുക്കേണ്ടത്. സോ ബേസിക്കലി എന്താണ് വരിക? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 14 പ്ലസ് മൈനസ് 7, അതായത് 14 മൈനസ് 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ടു ദി ബേസ് 10 വരും. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ബൈനറി എന്താണെന്ന് നോക്കുക. ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് എന്താണ്? ഇതാ 7ന്റെ ഇക്വലന്റ് ബൈനറി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 1 1 1. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 ബിറ്റ് റെപ്രസെന്റേഷൻ അല്ല, 6 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഇവിടെ ഒരു 0യും കൂടെ ഇട്ട് റെപ്രസെന്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ആൻസർ വരിക. 1 2 3 4 5 6 ബിറ്റ് ആണ്. സോ എന്ത് വരും? 2 zeros ആഡ് ചെയ്ത് കൊടുക്കണം.
2 ബിറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ MSB എന്ന് പറയുന്നത് സൈൻ ബിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇതിലെ ആൻസർ ഏതാ വരിക? ഈ ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനില് ദ ഡെസിമൽ 43 in hexadecimal and BCD number system respectively. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 40th കറസ്പോണ്ടിങ് BCD നമ്പർ, അതായത് 4ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താണെന്നും 3ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താണെന്നും കണ്ടുപിടിക്കുക. 4ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് 0 1 0 0. അപ്പൊ 4 ബിറ്റിലാണ് നമ്മൾ BC ബൈനറി കോഡ് ഡെസിമലിന് ഇതാക്കുക അല്ലെ. ആൻഡ് 3ന്റെ എന്ന് പറയുന്നത് 0 0 1 1 ആണ്. സോ ബേസിക്കലി ഇവിടെ 2 റിസൾട്ട് പ്രോപ്പർ ആയിട്ട് വരാം. ഇങ്ങനെ ഈ ഒരു റിസൾട്ടും വരാം ആൻഡ് പിന്നെ ഈ ഒരു റിസൾട്ടും വരാം അല്ലേ. നോക്കൂ, ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷൻ അല്ലേ. നോക്കൂ, ഈ ഒരു BCD 0 1 0 0യും 0 0 1 1ഉമായിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. സോ BCD ഇക്വലന്റ് കണ്ടുപിടിച്ചു. ഇനി ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 43ന്റെ എന്ത് ചെയ്ത് നോക്കാം. 43നെ നമ്മൾ 16 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. ആൻഡ് റിമൈൻഡർ 12 ആണ് വരിക. സോ ഇവിടെ ബി, അതിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് എന്ന് പറയുന്നത് 2B എന്നായിരിക്കും. ഓക്കെ, സോ ഈ B2 എന്നും 2B എന്നും ഉണ്ട്. സോ ഈ ഒരു റിമൈൻഡർ എത്രയാന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാം എന്താണ് ഇതാണ് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ B ആണ് റിസൾട്ട്. അതിന്റെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് the 2's complement representation of 17. ഇത് സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 17 എന്ന് പറയുന്ന നമ്പറിന്റെ 2's complement representation ആണ്. സോ ഈ 17 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമലിന്റെ എന്ത് കാണണം? നമ്മള് ബൈനറി കണ്ടുപിടിക്കണം. സോ ബേസിക്കലി നമ്മൾ LCM എടുക്കുക. 17 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുക? 8 അല്ലെ, 16. അപ്പൊ ബാലൻസ് 1 ഉണ്ടാവും. 2 4 ബാലൻസ് 0 ഉണ്ടാവും. 2 2 ബാലൻസ് 0 2 1 ബാലൻസ് 0. സോ ഇത് താഴേന്ന് മേലോട്ട് എഴുതാം. നമുക്ക് കാണാൻ അറിയാലോ അല്ലെ. ആൻഡ് 17ന്റെ ബൈനറി എന്ന് പറയുന്നത് എന്താ? 1 0 0 0 1 ടു ദി ബേസ് 2. ഓക്കെ, അപ്പൊ ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? -17 കിട്ടൂലേ. സോ ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കാൻ നമുക്ക് 0 1 1 1 0 പ്ലസ് 1 0 1 1 1 1. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ആൻസർ ഇവിടെ ഉണ്ടോ നോക്കുക. ഉണ്ട്. ഇതാ. സോ ഇതാണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ B ആണ് സൊല്യൂഷനിൽ കറക്റ്റ്. ക്ലിയർ ആയോ ഇതെങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടറിൽ ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ കുറച്ച് 2's കോംപ്ലിമെന്റ് നമ്പർ സിസ്റ്റത്തിലുള്ള ബൈനറി കൺവേർഷൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഈ ഒരു സർക്യൂട്ട്സിന്റെ എക്സാമിൻ, നമ്മുടെ ഗേറ്റ് എക്സാമിൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ഗേറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അതർ സബ്ജക്ട്സിന്റെ ഒക്കെ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പോയി കാണാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.